57 high-altitude plane. And there you see it on your screen, drogue deployment. Drogue descent rate nominal. 8 ദിവസത്തേക്ക് പോയതാണ്. ബോയിങ്ങിന്റെ സ്റ്റാർലൈനർ തകരാറിലായതോടെ അനിശ്ചിതത്തിലായ ദൗത്യം. പക്ഷേ സുനിത ആഘോഷമാക്കുകയായിരുന്നു. സുനിത 150-ലധികം പരീക്ഷണങ്ങൾക്ക് നേതൃത്വം നൽകി. ബഹിരാകാശത്ത് മനുഷ്യനിലുണ്ടാകുന്ന ശാരീരികവും മാനസികവുമായ മാറ്റങ്ങൾ, സൂക്ഷ്മാണുക്കളുടെ വളർച്ച, സാന്നിധ്യം തുടങ്ങിയ നിർണായക പഠനങ്ങൾ. ഒളിമ്പിക്സ് വേളയിൽ നിലയത്തിൽ മിനി ഒളിമ്പിക്സ് സംഘടിപ്പിച്ചു. ട്രെഡ്മില്ലിൽ ബോസ്റ്റൺ മാരത്തൺ നടത്തി. നിലയത്തിൽ കൃഷി ചെയ്തു. നിലയത്തിൽ ഏറ്റവും വലിയ അറ്റകുറ്റപ്പണികൾക്ക് സുനിത നേരിട്ട് നേതൃത്വം നൽകി. അതിനായി 6 മണിക്കൂറോളം ബഹിരാകാശ നടത്തം കൂടി ചെയ്തതോടെ ഏറ്റവും കൂടുതൽ നേരം ബഹിരാകാശത്ത് നടന്ന വനിതയെന്ന ബഹുമതി സ്വന്തമാക്കി. 3 ദൗത്യങ്ങളിലായി ആകെ 62 മണിക്കൂർ 6 മിനിറ്റ്. പെഗ്ഗി വിറ്റ്സൺ സ്ഥാപിച്ച 60 മണിക്കൂർ 21 മിനിറ്റിന്റെ റെക്കോർഡ് പഴങ്കഥയായി. ഇതേ പെഗ്ഗി വിറ്റ്സൺ മാത്രമാണ് ആകെ ബഹിരാകാശത്ത് തങ്ങിയ കാലത്തിന്റെ കാര്യത്തിൽ ഇപ്പോൾ സുനിതയുടെ മുന്നിലുള്ള ഒരേയൊരു നാസ ബഹിരാകാശ സഞ്ചാരി. തീർന്നില്ല, മറ്റൊരു രസകരമായ സംഗതി കൂടിയുണ്ട്. ഈ അപ്രതീക്ഷിത ദൗത്യം കൂടി കഴിഞ്ഞതോടെ സുനിത വില്യംസ് സ്വന്തം പ്രായത്തിൽ 0.01 സെക്കൻഡ് കുറച്ചു. ബഹിരാകാശ നിലയത്ത് കഴിയുന്നവർക്ക് ഭൂമിയിലുള്ളവരെ അപേക്ഷിച്ച് സമയം പതിയെയാണ്. ബഹിരാകാശ നിലയത്തിന്റെ അതിവേഗതയും ഗ്രാവിറ്റിയിലെ കുറവും കാരണമുണ്ടാകുന്ന ആകെ ടൈം ഡയലേഷൻ. ന്യൂസ് ഡെസ്ക്, മാതൃഭൂമി ന്യൂസ്.